ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നെൻ്റെ 100 ഡേയ്സ് വിത്ത് മീ ചലഞ്ചിൻ്റെ 10ാമത്തെ ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു മോട്ടിവേഷൻ സ്റ്റോറി, അതായത് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനല്ല കേട്ടോ, ഇത് എനിക്ക് തന്നെ മോട്ടിവേറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ ആ സ്റ്റോറി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ. ഈ നോവലിൻ്റെ പേര് അയനം എന്നാണ് കേട്ടോ. ഇത് രാകേഷ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന് ചെറുപ്പത്തിൽ തന്നെ നട്ടലിനെ ട്യൂബർ ബാധിച്ച് കിടപ്പായി പോകുന്നു. അതിനുശേഷം അയാൾ വീൽ ചെയറിൽ ഇരുന്ന് എങ്ങനെ ആത്മഹത്യ ചെയ്യണം അതിന് പോലും വയ്യാതിരുന്ന ഒരാൾ ഇന്ത്യ ഫുള്ള് ഒരു വീൽ ചെയറിൽ ഇരുന്ന് ഒരു നാനോ കാർ ഓടിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങിയ ഒരു കഥയാണ് കേട്ടോ ഈ പുസ്തകം. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ ഉടനെ തന്നെ ജീവിതം തീർന്നു, ജീവിതം മടുത്തു എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. പലപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കും. ഒരു ചെറിയ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കും, ഉഫ് മടുത്ത് പണ്ടാരം എന്തൊരു ജീവിതമാണെന്നൊക്കെ. പക്ഷേ ഈ കഥ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ ലൈഫ് എത്രമാത്രം ഹാപ്പിനെസ്സും എത്രമാത്രം എത്രമാത്രം നല്ലതുമാണ്. ഇത്രയും വയ്യാതെ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇന്ത്യ ഫുള്ള് ചുറ്റി സഞ്ചരിക്കാനൊക്കെ കഴിയുമെങ്കിൽ, നമ്മളിങ്ങനെ ജീവിതം മടുത്തതെന്നും പറഞ്ഞ് ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്നെനിക്കിതിൽ നിന്ന് മനസ്സിലായി ഗൈസ്. അപ്പോൾ ഇത് നല്ലൊരു പുസ്തകമാണ്. നിങ്ങളിത് വായിച്ചിട്ടില്ലേ, വായിക്കണം കേട്ടോ. നല്ല ഒരു നമുക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ ആവുന്ന ഒരു പുസ്തകമാണ് കേട്ടോ. മോട്ടിവേഷൻ സ്പീക്കർമാരുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇങ്ങനെ ഓരോ അനുഭവസ്ഥർ എഴുതിയിരിക്കുന്ന കഥകൾ വായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെയുള്ള കഥകളൊക്കെ വായിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇത് മേടിച്ച് വായിക്കണം ഗൈസ്. വളരെ നല്ല പുസ്തകമാണ്. നല്ല വായിച്ചിരിക്കാനും നല്ല രസമുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്തൂടെ യാത്ര ചെയ്ത് പോകുന്ന പോലെ നമുക്ക് തോന്നുകയും ചെയ്യും ഗൈസ്. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നാളത്തെ വീഡിയോ കാണാം ഗൈസ്. ബൈ.